കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം കോൺഗ്രസും മുസ്ലിം ലീഗും 2.5 വർഷം വീതം പങ്കിടും. കോൺഗ്രസിലെ പി ഇന്ദിരയാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗിലെ KP താഹിറാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. LDF VK പ്രകാശിനിയെ മേയർ സ്ഥാനത്തേക്കും AP അനിൽകുമാറിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മത്സരിപ്പിക്കും. വിവരങ്ങളുമായി M സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കണ്ണൂരിലെ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് കണ്ണൂരിൽ മേയർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംഭവിക്കുന്നത്? മനു, കണ്ണൂരിൽ UDFൽ ഈ മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2.5 വർഷം വീതം പങ്കിടാനാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ധാരണ. കഴിഞ്ഞ തവണയും സമാന രീതിയിൽ ഈ മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കിടാൻ ധാരണയുണ്ടായിരുന്നെങ്കിലും ഈ പകുതി സമയം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് മേയർ സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറാകാത്തത് വലിയ തരത്തിലുള്ള ഈ UDFൽ വലിയ തർക്കങ്ങൾക്ക് ഇടം നൽകിയിരുന്നു. തുടർന്ന് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത ചർച്ചകൾ ശേഷമാണ് ഈ സ്ഥാനം വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറായത്. അതിനുശേഷം ഏതാണ്ട് 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുസ്ലിം ലീഗിന് ഈ മേയർ സ്ഥാനം ലഭിച്ചത്. ഇത്തവണ 2.5 വർഷം തന്നെ വേണം എന്നുള്ള ആവശ്യം ആദ്യം മുതൽക്ക് തന്നെ മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ ടേമിൽ 2.5 വർഷം കോൺഗ്രസിൻ്റെ മേയറും അതിനുശേഷം ഉള്ള 2.5 വർഷം മുസ്ലിം ലീഗിൻ്റെ മേയറും എന്നുള്ള രീതിയിലേക്കുള്ള ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും അത് സാങ്കേതികമായി തിരഞ്ഞെടുപ്പ് നടന്ന് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉള്ള കാര്യമാണ്. ഇന്ന് മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ UDFലെ P ഇന്ദിര, ഈ പയ്യാമ്പലം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ഇന്ദിരയാണ് UDFൻ്റെ മേയർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായിരുന്നു P ഇന്ദിര. ഇത്തവണ പയ്യാമ്പലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച P ഇന്ദിരയാണ് UDF മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFൻ്റെ UDFൻ്റെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി വാരം ഡിവിഷനിൽ നിന്ന് വിജയിച്ച KP താഹിർ, മുസ്ലിം ലീഗിലെ KP താഹിറാണ്. വാരം ഡിവിഷനിൽ ഇത്തവണ ഒരു ശക്തമായിട്ടുള്ള ഈ മുസ്ലിം ലീഗിലെ പ്രബലനായിട്ടുള്ള ഒരു നേതാവ് വിമത സ്ഥാനാർത്ഥിയായി ഉൾപ്പെടെ മത്സരിച്ചിരുന്നു. എങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ KP താഹിർ വിജയിക്കുകയായിരുന്നു. KP താഹിറാണ് UDFൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതേസമയം തന്നെ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ LDFലെ തിനാരൂരിൽ നിന്ന് വിജയിച്ച VK പ്രകാശിനി മേയറായും അതോടൊപ്പം തന്നെ MP അനിൽകുമാർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. 10:30 ഈ മേയർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഈ ഒരു 2.5 വർഷം വീതം പങ്കിടണം എന്നുള്ള ധാരണയിലാണ് ഇന്ന് ഈ മേയർ തെരഞ്ഞെടുപ്പിനെ UDF, കോൺഗ്രസും മുസ്ലിം ലീഗും നേരിടുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു സന്തോഷ്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.